ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് അറിയോ? നമ്മളെ കശുവണ്ടി, നല്ല പച്ച കശുവണ്ടി. ഇത് നമുക്കിവിടെ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. നമ്മൾ മറ്റേ കാട്ടിലൊന്നും കയറി പറിച്ചല്ല, നമുക്കിവിടെ വാങ്ങിക്കാൻ കിട്ടി സാധനം. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് മാവ് കയറി പറിച്ചെടുക്കാൻ പറ്റും. അപ്പം ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് നമ്മളൊരു തീയലാണ് ഉണ്ടാക്കുന്നത്. അതായത് നല്ല അടിപൊളി ഒരു തീയൽ. അപ്പൊ ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ആദ്യമേ കയ്യേലിച്ചിട്ട് എണ്ണ വരട്ടെ. അല്ലെങ്കിൽ ഇതിന്റെ ഒരു ചൊനയുണ്ട്, അത് കയ്യാ പറ്റി കഴിഞ്ഞാൽ നല്ല സുഖമായിരിക്കും. അപ്പൊ അതുകൊണ്ട് കയ്യേലിച്ചിട്ട് എണ്ണ നന്നായിട്ടങ്ങ് പുരട്ടിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്, മുറിച്ചെടുക്കാൻ. ആദ്യമേ ഇത് മുറിക്കുക. അത് കഴിഞ്ഞിട്ട് ഈ സാധനം ഇങ്ങനെ അങ്ങ് പൊളന്ന് വെച്ചിട്ട് ഇതിന്റെ അകത്തുനിന്ന് കശുവണ്ടി മാറ്റിയെടുത്ത് വെച്ചാൽ മതി. അതിന്റെ അണ്ടി പരിപ്പിങ് എടുക്കുക. കാര്യം ഇത് എന്താ പറയുക, പച്ച ആയതുകൊണ്ടല്ലോ മുറിക്കാനൊക്കെ സിമ്പിളാണ് സംഭവം, എളുപ്പം ചെയ്യാൻ പറ്റും. പണ്ട് ചെറുപ്പകാലങ്ങളിലൊക്കെ കൊച്ചു പിള്ളേരൊക്കെ നൊസ്റ്റാൾജിയ ഈ മാവിൻ ഇതിന്റെ സീസൺ ആകുമ്പോഴത്തേക്ക് പിന്നെ മാവിൻ ഇറങ്ങത്തില്ലല്ലോ. അതെ, പറങ്കി മാവെന്ന് ചില സ്ഥലങ്ങളിൽ പറയും, ചില സ്ഥലങ്ങളിൽ പറങ്കി എന്ന് പറയും. അപ്പം എന്തായാലും കൊള്ളാം, കശുവണ്ടിയാണ്. ഇതാണ് നമ്മുടെ ഇതിന്റെ അകത്തുനിന്ന് കിട്ടുന്ന പരിപ്പ്. ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഇതുണ്ടല്ലോ നമ്മൾ പൊളിച്ചെടുത്ത ഉടനെ ഇത് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം. വെള്ളത്തിൽ ഇട്ട് കഴിയുമ്പോൾ അതിന്റെ പുറത്തൊരു ചെറിയൊരു പാട പോലത്തെ ഒരു ഇവിടെ പാട കാണാം. ഇങ്ങനെ പാടയായിട്ട് വരും. അപ്പൊ അതും കൂടെ നമ്മൾ ഇതിന്റെ അതൊന്ന് എടുത്ത് കളയണം. അപ്പൊ അതുണ്ടല്ലോ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് എളുപ്പം പൊളിച്ചെടുക്കാൻ പറ്റും. അതിനല്ല ഈ ഇതിനൊരു ചെറിയ ചവർപ്പും ഉണ്ട്. അപ്പൊ അതങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മുടെ സംഭവം സെറ്റ് ഇതായിട്ട് വരത്തുള്ളൂ. അപ്പൊ ഉണ്ടല്ലോ അത് ആ വെള്ളത്തിലിട്ട് നമുക്ക് അത് വെള്ളത്തിലിടുമ്പോഴത്തേക്ക് ആ ചൊനയുടെ ഒരു കാഠിന്യം കൂടെ കുറഞ്ഞു കിട്ടും. അപ്പൊ ഇത് കുറച്ച് കൂടുതലുണ്ട്. അപ്പൊ ഇത് മുഴുവൻ നമ്മള് മുറിച്ച് റെഡിയാക്കി എടുത്തിട്ട് വരാം. നമ്മളപ്പോൾ നമ്മുടെ കശുവണ്ടിയൊക്കെ നമ്മൾ തൊലിയെല്ലാം കളഞ്ഞ് നല്ല വൃത്തിക്ക് കഴുകി എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് വറക്കാനുള്ള സാധനം നമുക്ക് റെഡിയാക്കാം. അപ്പോൾ നമ്മളൊരു 6-7 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളക്, അത് അത്യാവശ്യം എരിവുള്ളതാണ്. പിന്നെ ഒരു 3 നമ്മുടെ വെളുത്തുള്ളി, പിന്നെ ഒരു 1/2 കപ്പ് തേങ്ങ. ഇത്ര സാധനമുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് നല്ല അടിപൊളിയായിട്ടൊന്ന് വാർത്തെടുക്കണം. അപ്പോൾ നമ്മുടെ ചീനച്ചട്ടി നമുക്ക് ചൂടായിട്ടുണ്ട്. അപ്പം അതിനകത്തോട്ട് നമുക്ക് ഇതിട്ട് കൊടുക്കാം. അപ്പം തേങ്ങ വറുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, നിർത്താതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു 5-6 കറിവേപ്പിലയും കൂടെ ഇട്ടത് വറുത്തെടുക്കാം. കറിവേപ്പിലയുടെ ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊരു നല്ലൊരു ടേസ്റ്റാണ്. ഇത് ഇതിന് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. നമുക്ക് വറുത്തെടുക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സംഭവം എല്ലാം പോകും. അപ്പൊ ഇതൊന്ന് വറുത്ത് വരട്ടെ. ഒരു 3-4 മിനിറ്റ് എടുക്കും ഇത് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ ഒന്ന് വറുത്തെടുത്തോട്ടെ. തേങ്ങ ഉണ്ടല്ലോ അത്യാവശ്യം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം അതിന് മുമ്പ് നമുക്ക് അത് എടുത്ത് മാറ്റുന്നതിനുണ്ട് നമുക്ക് ഒരു 2-3 ഗ്രാമ്പു, പിന്നെ ഒരു ചെറിയ കറുവപ്പട്ട, പിന്നെ ഒരു അല്പം നമ്മുടെ പെരിഞ്ചീരകം, ഒരു 2 നുള്ള് പെരിഞ്ചീരകം. ഇതും കൂടി ഇട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പം അത്യാവശ്യം നല്ല ഗോൾഡൻ ബ്രൗൺ ആ ഒരു കളറിലായിട്ടുണ്ട് സംഭവം. ഇനി അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ പൊടികളൂടെ ചേർത്ത് കൊടുക്കണം. അപ്പൊ തീ നമ്മള് സിമ്മിൽ വെച്ചിരിക്കുകയാണ്. ആ ഒരു കാര്യം ശ്രദ്ധിച്ചോളാം. കാര്യം എപ്പോഴും ഉണ്ടല്ലോ തീയെ നമ്മള് കുറച്ച് വെച്ചിട്ട് വേണം. കാര്യം തേങ്ങ പെട്ടെന്ന് കരിഞ്ഞു പോകുന്ന സാധനം, അതുകൊണ്ട് തീ നമ്മൾ എപ്പോഴും കുറച്ച് വെച്ചേക്കണം. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർക്കാം. അപ്പൊ നമ്മള് മല്ലിപ്പൊടിയാണ് ചേർത്തത്. അപ്പൊ ഇതിന്റെയൊക്കെ പച്ചമണം മാറണം. പിന്നെ നമ്മൾ എരിവുള്ള മുളക് പൊടി അത് ഒരു ചെറിയ സ്പൂൺ ചേർത്തിട്ടുണ്ട്. കളറും അത്യാവശ്യം ചെറിയ രീതി, അതിനുവേണ്ടി കാശ്മീരി പൊടി അതും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ള് നമ്മുടെ മഞ്ഞപ്പൊടി. ഇത്ര സാധനം നമ്മൾ ചേർത്തിട്ട് ഇനി നമുക്ക് ഇതൊന്ന് നല്ലപോലെ അതിന്റെ ആ പൊടികളുടെ പച്ചമണം ഉണ്ടല്ലോ അതൊന്ന് മാറണം. ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് വെക്കണം. നല്ലപോലെ തണുക്കണം. തണുത്തിട്ട് വേണം നമുക്കിത് അരച്ചെടുക്കാനായിട്ട്. കാര്യം ചൂടോടെ കാര്യം തേങ്ങയിൽ അത്യാവശ്യം എണ്ണ ഉണ്ടല്ലോ. അപ്പൊ ആ എണ്ണയിൽ വേണം നമുക്കിത് അരച്ചെടുക്കാനായിട്ട്. അപ്പൊ ഇതൊന്ന് റെഡി ആയിട്ടുണ്ട്. റെഡി ആയിട്ടുണ്ടല്ലോ. അതിന്റെ പച്ചമുളക് കരിഞ്ഞു. കാര്യം നമ്മള് തേങ്ങ നമ്മള് ചിരട്ടി എടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് പല പല വലിപ്പത്തിലുള്ള
ഇത് കാണുന്നുണ്ട്. അപ്പോൾ ആ ചെറിയ പീസൊക്കെ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അങ്ങനെ വരുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സിയിലോട്ടിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചാൽ മതി. അപ്പൊ എല്ലാം ഏകദേശം ഒരേ വലുപ്പത്തിൽ കിട്ടും. അപ്പൊ നമ്മുടെ സംഭവം എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതിന് നമുക്കൊന്ന് തണുക്കാൻ വെക്കാം. തണുത്തിട്ട് നമുക്ക് ബാക്കി പണി ചെയ്യാം. അപ്പൊ നമ്മൾ തേങ്ങ എല്ലാം അരച്ച് നമ്മൾ നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഒട്ടും വെള്ളം ഒഴിക്കാതാണ് നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത്. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയിലാണ് ഇത് ചെയ്യുന്നത്. കാരണം ഇതൊരു നാടൻ കറിയല്ലേ. അപ്പം നമുക്ക് വെളിച്ചെണ്ണ തന്നെ ചെയ്യാം. ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അത് ചില്ലായിരുന്നത് പൊട്ടൽ. അതിന്റെ കൂട്ടത്തിൽ നമുക്ക് നമ്മുടെ കടുക് ഇട്ട് പൊട്ടിക്കണം. നമ്മുടെ ആദ്യത്തെ പരിപാടി തന്നെ കടുകാണ്. അപ്പൊ നമ്മൾ കടുക് ഒരു നുള്ളു താണ്ട ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പൊ അതുകൊണ്ട് പൊട്ടട്ടെ. അത് പൊട്ടുമ്പോഴത്തേക്കിനും നമുക്ക് നല്ലതായിട്ട് പൊട്ടി അടുത്ത പരിപാടിയിൽ ചേർത്ത് കൊടുക്കാം. നമ്മളുണ്ടല്ലോ ചുവന്നുള്ളി, ചെറിയ ചുവന്നുള്ളി നമ്മൾ വീണ്ടും കുറച്ചുകൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം ചുവന്നുള്ളിയൊക്കെ ഉണ്ട് നമുക്ക് നമ്മുടെ തേങ്ങ അത് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. നല്ലപോലെ പൊട്ടുന്നതാണ്. എന്നിട്ട് ഇതൊന്ന് ഇളക്കണം. തീയലൊക്കെ നമ്മുടെ നാട്ടില് എല്ലാരും മിക്ക ആൾക്കാരും വെക്കുന്ന ഒരു സാധനം തന്നെയാണ് തീയൽ. കറി വറുത്തരച്ച കറി എന്ന് പറഞ്ഞാണല്ലോ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ടേസ്റ്റ് ഉള്ളൊരു സാധനമാണ്. ഇച്ചിരി നേരം എടുക്കും. കാരണം ഈ തേങ്ങയൊക്കെ ഒന്ന് വഴന്ന് വരണം. സമയം എടുക്കും. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ തേങ്ങ ഏകദേശം ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പൊ അതിനോട് നമുക്ക് നമ്മുടെ ചുമന്നുള്ളി അരിഞ്ഞ് വെച്ച് ഇട്ട് കൊടുക്കാം. അതിന്റെ കൂടെ ഒരു പച്ചമുളക് കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് കൂടെ ഇട്ട് കൊടുക്കാം. ചുമന്നുള്ളി നമ്മൾ ഇച്ചിരി വലിയ ചുമന്നുള്ളി എടുത്തിരിക്കുന്നത്. അത് തന്നെ നമ്മള് അത് ചെറുതായിട്ട് കീറി ചെറുതായിട്ട് അരിഞ്ഞാ നമ്മളിട്ടത്. കാര്യം എന്താ വെച്ചാൽ അല്ലെങ്കിൽ അത് പെട്ടെന്ന് നമുക്കൊന്ന് വഴറ്റുന്ന കിട്ടാനായിട്ട് പാടാം. ഇച്ചിരി വലിയ ചുമന്നുള്ളി ഇട്ടിരിക്കുക. അപ്പൊ നമ്മളെടുക്കുന്ന ചുമന്നുള്ളി അനുസരിച്ചിട്ടിരിക്കും. മുറിക്കണോ വേണ്ടയോ എന്നൊക്കെ നോക്കാനായിട്ട്. ഗോൾഡൻ ബ്രൗൺ ആകണം. നന്നായിട്ട് വഴറ്റി എടുക്കുക. അപ്പൊ നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. തേങ്ങയൊക്കെ റെഡിയായി. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്ത് നമ്മുടെ കുറച്ചുകൂടെ കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കണം. നേരത്തെ ഇട്ട കറിവേപ്പില നമ്മൾ അരച്ചെടുത്തില്ലേ. അപ്പൊ കുറച്ചുകൂടെ കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഈ ഒരു സ്റ്റേജിൽ ഇട്ടെന്ന് പറഞ്ഞാൽ ഇതല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് മുഴുവൻ കരിഞ്ഞങ്ങ്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ അകത്തേക്ക് തീ മാക്സിമം കുറച്ച് വെക്കണം. ഇപ്പൊ കുറഞ്ഞിരിക്കും. കുറഞ്ഞ് വെച്ചിട്ട് നമ്മള് അരപ്പങ്ങോട്ട് ചേർത്ത് നമ്മുടെ മറ്റേ തേങ്ങയുടെ അരപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. അതിന്റെ കൂട്ടത്തില് നമ്മളീ അരച്ചിട്ട് ജാറ് കഴുകിയ വെള്ളം അത് നമുക്ക് നമ്മള് കളയേണ്ട കാര്യമൊന്നുമില്ല. ഇല്ല, അത് നമുക്ക് ആദ്യം അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. എന്തുമാത്രം ഗ്രേവി വേണമെന്നനുസരിച്ചിട്ട് വേണം നമ്മള് വെള്ളം ചേർത്ത് കൊടുക്കാന്. വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് ഓരോ ആവശ്യം അനുസരിച്ചിട്ട് ചൂടോ കുറയ്ക്കോ ഒക്കെ ചെയ്യാം. നമുക്കിപ്പോ എത്രമാത്രം തിക്കായിട്ടിരിക്കണമെന്നനുസരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. ഈ വെള്ളം ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഉപ്പ് ചേർക്കാനായിട്ട്. ഉപ്പ് ഇതുവരെ ചേർത്തിട്ടില്ല. നമുക്ക് ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർക്കണമെന്ന് വെച്ചാൽ ഈ വെള്ളം ഒന്ന് നമുക്ക് തിളച്ച് വേണം. അപ്പൊ നല്ല തിക്കായിട്ട് നിൽക്കുന്ന ഗ്രേവി നമുക്ക് സ്വല്പം കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നമുക്ക് കറക്റ്റ് പരിവായിട്ടുണ്ട്. ഇനിയിപ്പോ ഇതൊന്ന് അത്യാവശ്യം നമുക്ക് ചൂടാണ്. ഉപ്പൂടെ ചേർത്ത് കൊടുത്തേക്കാം. അപ്പൊ നമ്മുടെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാവേ. നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇപ്പൊ സ്വല്പം തീ കൂട്ടി വെക്കാം. കാരണം നമ്മളിപ്പോ വെള്ളം ഒഴിച്ച ആ വെള്ളം ഒന്ന് ചൂടാവണമല്ലോ. അപ്പൊ അതിന് വേണ്ടിട്ട് അപ്പൊ ഇനി ഇത് ഇപ്പൊ ഈ നമ്മുടെ ഗ്രേവി എല്ലാം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ താരം പച്ച അണ്ടിപ്പരിപ്പാണിത്.
ഇത് സത്യം പറഞ്ഞ ഒരു നൊസ്റ്റാൾജിയ ആയിട്ടുള്ള ഒരു സാധനം. പണ്ട് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ നമ്മളൊക്കെ തന്നെ മരത്തിന്റെ മണ്ടയ്ക്ക് കയറി പറിച്ചുകൊണ്ടിരുന്ന സാധനം. പക്ഷെ ഇപ്പൊ അങ്ങനെ പറിക്കാനൊന്നും പിള്ളേരൊന്നും തയ്യാറല്ല. പക്ഷെ നമുക്കിപ്പോ ഇത് മാർക്കറ്റിൽ കിട്ടുമല്ലോ വാങ്ങിക്കാനായിട്ട്. നമ്മുടെ നാട്ടിലെ മാർക്കറ്റിലൊന്നും ഇങ്ങനത്തെ സാധനമൊന്നും കിട്ടാൻ നമ്മൾ കണ്ടിട്ടില്ല. സംഭവം സൂപ്പർ മാർക്കറ്റിലൊക്കെ കാണുമായിരിക്കും. എന്താ പറയുക, റോ കശുവണ്ടി ആ സാധനം ഇപ്പൊ കിട്ടുമായിരിക്കും. അപ്പൊ ഇത് നമ്മൾ ചേർത്ത് ഇങ്ങനെ നല്ല വിളക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പൊ നമ്മുടെ കറി ഇപ്പൊ നമ്മൾ വെച്ചിട്ട് ഇപ്പൊ 2 മിനിറ്റ് ആയി. ഇപ്പൊ നമുക്കിന്ന് തുറന്ന് നോക്കാം. ഈ കറിയുടെ ഒരു പ്രത്യേകത വെച്ചാല് ഇരിക്കും തോറും ഇത് കുറുകും. അപ്പൊ തണുത്ത് കഴിയുമ്പോഴത്തേന് ഇത് കുറെ കൂടെ കുറുകും. അപ്പൊ അതിന്റെ അനുസരിച്ചിട്ട് നമ്മള് വെള്ളം ഒഴിച്ച് വേണം ഇത് ഗ്രേവി ഉണ്ടാക്കാനായിട്ട്. അപ്പൊ ഇതിന്റെ ഉപ്പ് നോക്കിയോട്ടെ. സ്റ്റവ് ഓഫ് ചെയ്യും. അപ്പൊ നമുക്ക് ഇതിന്റെ ഗ്രേവി കാര്യങ്ങളൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതിന്റെ ഉപ്പൊക്കെ എങ്ങനെയുണ്ട്? ഗ്രേവി ഉപ്പുണ്ടോ? ഉപ്പുണ്ട്. ഇനിയുണ്ട്. ഞാൻ ഉദ്ദേശിച്ചു എന്നാലും മണം നല്ല ഇറച്ചിക്കറിയാണ് പറയുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്, ഉപ്പുണ്ട്, അടിപൊളി. ഇപ്പം നമ്മുടെ ഈ എന്താ പറയുക മറ്റേ പറങ്ങാണ്ടിയുടെ ഒക്കെ സീസൺ ആണല്ലോ. പച്ച സാധനം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കളക്ട് ചെയ്തോ, ഇതുപോലെ കറി റെഡിയാക്കി. സംഭവം നല്ല സൂപ്പറാണ്, ഗ്യാരണ്ടിയാണ്. ഇത് പണ്ട് കാലത്തൊക്കെ നമ്മുടെ വീടുകളിൽ നമ്മുടെ ഉണ്ടാക്കിക്കൊണ്ട് തരുന്നവര് ആ ഒരു മെഴുക്ക് വരട്ടി വെക്കും. പെട്ടെന്ന് വീട്ടിൽ സാധനം ഒന്നുമില്ലെങ്കിൽ എല്ലാവരുടെ വീടുകളിൽ കാണുമല്ലോ ഈ കശുമാവൊക്കെ കാണും. പറിച്ചു കൊണ്ടുവന്ന് റെഡിയാക്കുന്നത് ആ ഒരു അതിന്റെ പഴുത്ത പഴമാണെങ്കിൽ അത് കഴിച്ചു തിന്നാം. നല്ല കാറിലുണ്ട്, പക്ഷെ ഒരു മധുരമുണ്ട്, അടിപൊളി ടേസ്റ്റ് അത്. അപ്പം ഈ സംഭവം നമുക്ക് ഇതിന്റെ സീസൺ ആയതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ. ഇത് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പിയാണ്. എന്നാലും ചില ആൾക്കാർ കാണുമല്ലോ അറിയാൻ വേണ്ടിയൊക്കെയാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. പിന്നെ ആ ഒരു പഴയ ഓർമ്മ പുതുക്കല് നമ്മളിത് ഈ കശുവണ്ടി കിട്ടിയപ്പോൾ ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതെ അതെ. അപ്പൊ നമുക്ക് അടുത്ത വേറൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ട് നമ്മൾ നാളെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ മറ്റേ എന്താ പറയുക സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ചെയ്ത് റെഡിയാക്കി എല്ലാം വെച്ചു. അപ്പോൾ നമുക്ക് നാളെ തന്നെ കാണാം. എല്ലാവർക്കും ബൈ ബൈ. ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.